കാലത്തിനനുസരിച്ച് എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ടെക്നോളജികളെ ആശ്രയിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റിയ ലോകത്ത്. ഞാൻ കേരളത്തിലെ ഒരു വലിയ ചെരുപ്പ് കമ്പനിയുടെ പേര് പറയുന്നില്ല, ചെരുപ്പ് കമ്പനിയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ എടുത്തെടുത്ത് പോയി, നിങ്ങൾ ടെക്നോളജി ആഡ് ചെയ്യണം. സമ്മതിച്ചില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വല്യപ്പൻ ക്വസ്റ്റ്യൻ സെഷൻ എന്നിട്ട് ചോദിച്ചു, മോൻ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ആ കുന്ത്രാണ്ടയില്ലേ അത് ശരിയല്ല. അതായത് പുള്ളി കുന്ത്രാണ്ടെന്ന് ടെക്നോളജീനെ. അപ്പോൾ ഞാൻ ചെയ്തെന്താ, ഞങ്ങൾ 4 തലമുറയായിട്ട് ചെരുപ്പ് കടയാണ്. എനിക്കൊക്കെ ഒരു കസ്റ്റമർ 10 ചെരുപ്പ് മേടിച്ചാൽ ഞാൻ മനസ്സിൽ കണക്ക് പറയും. എൻ്റെ മക്കളില്ലേ, ഇവരൊരുത്തം വന്ന് 5 സാധനം മേടിച്ചാൽ പോലും ആ കുന്ത്രാണ്ടം വേണം അവർക്ക്. പുള്ളി കുന്ത്രാണ്ടം ഉദ്ദേശിച്ച് കാൽക്കുലേറ്ററാണ്. ആ കുന്ത്രാണ്ടില്ലാതെ കണക്കൂട്ടാൻ പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. ഞാൻ വല്യപ്പ കഴിഞ്ഞ 40 വർഷം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ പോയി കാണും, പക്ഷേ അടുത്ത 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ടെക്നോളജി കൊണ്ടുവന്നില്ലെങ്കിൽ ഇതും കൊണ്ട് വേറെ ആമ്പിളർ പോകും, നോക്കിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിക്കുക, സാറേ ഇന്ന ദിവസം അവധിയുണ്ടോ, ഒഴിവുണ്ടോ, ഇനി ഞങ്ങളുടെ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നം. ഞാൻ വെച്ചാൽ നിങ്ങളാരാ? സാർ എന്നാൽ കുന്ത്രാണ്ടം പറഞ്ഞ വല്യപ്പനില്ലേ, ആ വല്യപ്പൻ്റെ മൂത്ത മോനാണ്. എന്താ കാര്യം? ഞങ്ങൾക്ക് ഒരു കടയായിരുന്നു, ഞങ്ങൾ 3 മക്കളും അപ്പനും ഉണ്ട്. ഈ ഒരു കട 5 ഷട്ടർ വലിയ കടയാണ്. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ ആരെങ്കിലും 2 പേര് എപ്പോഴും കടയിൽ വേണം. മുഴുവൻ ഞങ്ങൾ അപ്പനോട് 100 വട്ടം പറഞ്ഞു, ഇതൊരു നമുക്കൊരു സോഫ്റ്റ്വെയർ വയ്ക്കാൻ ചെയ്യാമെന്ന്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. എന്തായാലും സാറ് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ സോഫ്റ്റ്വെയർ വെച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണെന്നറിയോ, അതിനു മുമ്പ് ആരെങ്കിലും 2 പേര് വേണം. അപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ എൻ്റെ കല്യാണമായി, ഞാൻ അതിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എപ്പോഴും പുറത്തായിരിക്കും, 2 പേര് എപ്പോഴും കട വേണം. സോഫ്റ്റ്വെയറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ ആരും വേണ്ട, കട മര്യാദയ്ക്ക് സൂപ്പറായിട്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു കട തുടങ്ങാൻ തീരുമാനിച്ചു. ആ കടയുടെ ഉദ്ഘാടനത്തിനാണ് പുള്ളി വിളിക്കുന്നത്. ഞാനിത് പറഞ്ഞൊരു ടെക്നോളജി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആശ്രയിച്ചില്ലെങ്കിൽ, മീൻ കച്ചവടം ചെയ്ത് ഞാൻ ടെക്നോളജി കൊണ്ട് ഇത്രയാണെങ്കിലാണ് നിങ്ങൾക്ക് വലുതാൻ പറ്റുന്നത്. ഇതിനേക്കാളും വലിയ ഐഡിയ ആയിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിരിക്കണം അല്ലേ? മീനിൻ്റെ അത്രയും നാട്ടിലുള്ള സാധനം ആയിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിരിക്കണം അല്ലേ? അപ്പോൾ ഈ നമുക്ക് എന്ത് സാധനത്തിലും നിങ്ങൾക്കറിയാവുന്ന ലോകത്ത് അവൈലബിൾ ടെക്നോളജി അടുക്കി കൊണ്ടുപോവാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഞാൻ പലയിടത്തും പറയും, പലചില്ലറ കടകൾ എങ്ങനെയായിരുന്നു? പലചില്ലറ കട നമ്മളെല്ലാം ചെന്ന് വാതിൽക്കൽ നിൽക്കും, ഒരു ബെഞ്ച് വെച്ച് അടയ്ക്കും. നമ്മളകത്ത് പുറത്തുനിന്ന് പറയും 1 കിലോ അരി, 1/2 കിലോ പഞ്ചസാര, 100 തേയില. അയാൾ പൊതിഞ്ഞ് ബെഞ്ചേ വയ്ക്കും, കണക്കൂട്ടി നമ്മൾ എടുത്തുകൊണ്ട് പോരും. ഞാൻ ഉറപ്പിച്ച് പറയാം, അന്ന് ആ കട നടത്തിയിരുന്ന കാരണവന്മാരോ കടയ്ക്കകത്തുനിന്ന ചേട്ടന്മാരോ സ്വപ്നം കണ്ട് കാണിയല്ല നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ ബെഞ്ചെടുത്ത് മാറ്റി എൻ്റെ കടയ്ക്കകത്തേക്ക് ഇരച്ച് കയറിയിട്ട് അവനിഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നൊരു കാലം സ്വപ്നം കണ്ട് കാണിയല്ല അവർ. അതിന് നമ്മളെ പ്രാപ്തരാക്കിയത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വലിയ ടെക്നോളജി ചെറിയ ഫോം കൊണ്ടുപോയാൽ ആ പലയിലറ കട മുട്ടിച്ചപ്പോഴാണ്. ഞാനെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നറിയോ? പരമ്പരാഗതമായ മത്സ്യ വ്യവസായത്തിനകത്തേക്ക് ടെക്നോളജി എന്ന സാധനം കൊണ്ട് മുട്ടിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിവിടെ വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും മാക്സിമം ടെക്നോളജി ആശ്രയിക്കണം. പാഷൻ ഉണ്ടാവണം, അത് മാത്രമേ ചെയ്യാവുള്ളൂ. സ്വന്തം ഇഷ്ടം ചെയ്യാവുള്ളൂ.